നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനി ഇരട്ടക്കൊലക്കേസിൽ 10 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കും. ചെന്താമര മാത്രം പ്രതിയായ കേസിൽ 117 സാക്ഷികളും 30-ലേറെ തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ ഫലവും നിർണായകമാകും. ജനുവരി 27-നാണ് വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് പോത്തുണ്ടി സ്വദേശി സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ അയൽവാസിയായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. ലക്ഷ്മിയെ ചെന്താമര കൊലപ്പെടുത്തുന്നത് നേരിൽ കണ്ട യുവാവ് ഉൾപ്പെടെ 117 സാക്ഷികൾ, 8 സാക്ഷികളുടെ രഹസ്യമൊഴി, 30-ലേറെ രേഖകൾ, ചെന്താമരയുടെ വസ്ത്രത്തിൽ സുധാകരന്റെയും ലക്ഷ്മിയുടെയും രക്തം പതിഞ്ഞതിന്റെ ഉൾപ്പെടെ ഫോറൻസിക് പരിശോധനാ ഫലം, ആയുധത്തിലെ വിരലടയാളം തുടങ്ങി നിർണായക തെളിവുകൾ. പ്രധാന സാക്ഷികളെ സംഭവസ്ഥലത്ത് എത്തിച്ച് കൊലപാതകമുണ്ടായ സമയത്തെ സാഹചര്യം അന്വേഷണ സംഘം പുനഃസൃഷ്ടിച്ച് പ്രത്യേക രൂപരേഖയുണ്ടാക്കി. കൊല്ലപ്പെട്ടവരുടെയും പ്രതിയുടെയും സാക്ഷികളുടെയും ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ ശേഖരിച്ചു. ജനുവരി 27-ന് രാവിലെ 9:58-നും 10:08-നും ഇടയിലുള്ള 10 മിനിറ്റ് നേരം കൊണ്ടാണ് ഇരുവരെയും കൊലപ്പെടുത്തിയത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് കൃത്യമായ ആസൂത്രണത്തിനൊടുവിലാണ് ചെന്താമര അമ്മയെയും മകനെയും വകവരുത്തിയതെന്നും കുറ്റപത്രം. കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കുറ്റപത്രത്തിന്റെ അന്തിമഘട്ട വിലയിരുത്തൽ പൂർത്തിയാക്കി. അടുത്തയാഴ്ച തൃശൂർ റേഞ്ച് DIGയും കുറ്റപത്രം പരിശോധിക്കും. 500-ലേറെ പേജുള്ള കുറ്റപത്രം കൊലപാതകം നടന്ന് 50 ദിവസം കഴിയും മുൻപ് സമർപ്പിക്കുന്നതിനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കൊലപാതകത്തിൽ ചെന്താമരയല്ലാതെ മറ്റാർക്കും പങ്കില്ലെന്നും ആരും സഹായം ചെയ്തിട്ടില്ലെന്നും കുറ്റപത്രത്തിലുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.